തൃശൂരിലെ സംസ്ഥാന കലോത്സവ വേദിയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. മന്ത്രി വി ശിവൻകുട്ടിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കലോത്സവ പ്രതിഭകൾക്ക് ഭക്ഷണം വിളമ്പി നൽകുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ ലളിതമെന്നും വിനയപൂർവമെന്നും തോന്നിക്കുന്ന ഈ ദൃശ്യങ്ങൾ പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇത് വെറും ഒരു സേവനമാണോ അതോ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് ശേഷമുള്ള CPMന്റെ പുതിയ PR തന്ത്രമാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇതിനെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ഭരണത്തിന്റെ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സ്വന്തം അണികളെ സാമാന്യ മര്യാദ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുടെ ഗതികേടിനെയാണ് സന്ദീപ് വാര്യർ ഇവിടെ പരിഹസിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ CPM നേതൃത്വം ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, വീടുകൾ തോറും കയറണം, ആരോടും തർക്കിക്കരുത്, വിനയകുലീനരായി പെരുമാറണം എന്നൊക്കെയാണ് പാർട്ടി ഇപ്പോൾ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് നവകേരള സദസ്സിന്റെ നാളുകളാണ്. അന്ന് ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ ആഡംബര ബസ്സിൽ നാട് ചുറ്റിയവർ, കറുത്ത തുണി കണ്ടാൽ പോലും ഭയന്നിരുന്നവർ, ബസിന്റെ ചില്ല് പോലും താഴ്ത്താതെ ജനങ്ങളെ അവഗണിച്ച് കടന്നുപോയവർ ഇന്ന് വിനയത്തിന്റെ മുഖംമൂടി അണിയുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് സന്ദീപ് വാര്യർ ഓർമ്മിപ്പിക്കുന്നു. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് സ്വന്തം കേഡർമാർക്ക് ക്ലാസ് എടുക്കേണ്ടി വരുന്നത് ആ പാർട്ടി അത്രത്തോളം അഹങ്കാരത്തിൽ മുങ്ങിപ്പോയത് കൊണ്ടാണെന്ന് സന്ദീപ് വാര്യർ തുറന്നടിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തെ തുടർച്ചയായ ഭരണം CPM കേഡർമാരെ അടിമുടി അഹങ്കാരികളാക്കി മാറ്റിയിരിക്കുന്നു. താഴെ തട്ടിലുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ മുകളിലോട്ടുള്ളവർ വരെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും കാണിക്കുന്ന അതേ ധാർഷ്ട്യമാണ് അണികളും പകർത്തിയിരിക്കുന്നത്. ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാദിച്ചിരുന്നവർക്ക് ഇന്ന് ജനരോഷം ഭയന്ന വിനയത്തിന്റെ ഭാഷ പഠിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണ്. ശബരിമല വിഷയത്തിലായാലും പത്മകുമാറിനെതിരെയുള്ള അന്വേഷണത്തിലായാലും CPM കാണിക്കുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പാണ്. മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുമ്പോൾ ഉടൻ നടപടി വേണമെന്ന് മുറവിളി കൂട്ടുന്നവർ സ്വന്തം നേതാക്കൾ കുടുങ്ങുമ്പോൾ കുറ്റപത്രം വരുന്നതുവരെ കാത്തിരിക്കാമെന്ന് പറയുന്നത് സമയം നീട്ടിക്കൊണ്ടു പോകാനുള്ള അടവ് മാത്രമാണ്. ആചാരങ്ങളെയും അഴിമതിയെയും ഒരേ കണ്ണോടെ കാണുന്ന CPM ശൈലിയെ സന്ദീപ് വാര്യർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അയ്യപ്പ ഭക്തരായ ജനങ്ങൾ ഓരോ വീട്ടിലുമുണ്ടെന്ന് CPM ഇപ്പോൾ തിരിച്ചറിയുന്നു. വീടുകൾ കയറുമ്പോൾ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും തർക്കങ്ങൾ ഉണ്ടാകുമെന്നും അവർക്കറിയാം. അടി കിട്ടിയാൽ പോലും തിരിച്ചു തടുക്കരുതെന്ന് അണികളോട് പറയുന്നത് വിനയം കൊണ്ടല്ല, മറിച്ച് അത്രത്തോളം ഗതികേടിലേക്ക് പാർട്ടി എത്തിയതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് ലഘൂകരിക്കുന്നത് പരാജയം സമ്മതിക്കാനുള്ള മര്യാദ ഇല്ലാത്തതുകൊണ്ടാണ്. സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തിരുത്തുന്നതിന് പകരം മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ CPM പ്രതിനിധികൾ നിർത്തുന്ന അതേ ക്യാപ്സ്യൂൾ ന്യായീകരണവുമായി വീടുകളിൽ എത്തുന്ന സഖാക്കളെ കാത്തിരിക്കുന്നത് ജനങ്ങളുടെ കനത്ത ചോദ്യങ്ങളായിരിക്കും. വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിലുള്ള ഇന്നത്തെ തലമുറയെ ഇത്തരം നുണക്കഥകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സോണിയാഗാന്ധിയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തപ്പോൾ 15 ദിവസം കരയാമെന്ന് കരുതി ഇറങ്ങിയവരുടെ ഗതികേടും ഇവിടെ സന്ദീപ് വാര്യർ വലിച്ചു കീറുന്നുണ്ട്. അടിച്ചമർത്തലുകൾക്കും ധാർഷ്ട്യത്തിനും ശേഷം ഇപ്പോൾ CPM നടത്തുന്ന ഈ വിനയപ്രകടനം വലിയൊരു വീഴ്ചയുടെ ലക്ഷണമാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ തന്റെ വിമർശനം അവസാനിപ്പിക്കുന്നത്. ഭരണം പോയിക്കഴിഞ്ഞാൽ ജനങ്ങളോട് വിനയം കാണിച്ചിട്ട് കാര്യമില്ലെന്നും അധികാരത്തിലിരിക്കുമ്പോൾ കാണിച്ച അഹങ്കാരത്തിന് കാലം മറുപടി നൽകുമെന്നും ഈ വാക്കുകൾ അടിവരയിടുന്നു. സ്മൃതി, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങളെ അഭിമുഖീകരിക്കാനും അവരോട് സംവദിക്കാനും ഒക്കെയുള്ള ന്യായമായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ മതിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ അവകാശങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും നേടിക്കൊടുത്ത പ്രസ്ഥാനം കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ ഒരു തരത്തിലും ചോദ്യം ചെയ്യാനോ അതിനെ വിമർശിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ CPM വീട് കയറുന്ന സമയത്ത് CPMന്റെ പ്രവർത്തകർ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് വീട് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ പലവിധ സംശയങ്ങളുണ്ട്. അവരുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ CPMന് വേണ്ടി സംസാരിച്ച ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് അവരുടെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നമ്മൾ
സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് പോലെ അവരൊരു ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് കണ്ടു. എങ്ങനെയായിരിക്കണം ജനങ്ങളുമായി പെരുമാറേണ്ടത്. എനിക്കത് കണ്ടപ്പോൾ വലിയ തമാശയാണ് തോന്നിയത്. ഒരു വീട്ടിൽ കയറി ചെന്നാൽ മര്യാദയോടെ പെരുമാറണം എന്ന് ആ ക്യാപ്സ്യൂൾ ഉപദേശിച്ചിരിക്കുകയാണ്. അതുപോലെ അവർക്ക് പറയാനുള്ളത് കേൾക്കണം. അപ്പോൾ ഇത്തരം സാമാന്യ മര്യാദകൾ പോലും തങ്ങളുടെ പ്രവർത്തകരെ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഭരണത്തിൻ്റെ 10ാം വർഷത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുള്ളത്. കാരണം 10 വർഷം കൊണ്ട് തങ്ങളുടെ കേഡർ അടിമുടി അഹങ്കാരികളായി മാറിക്കഴിഞ്ഞുവെന്നും ജനങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവരായി മാറിക്കഴിഞ്ഞുവെന്നും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തവരായി മാറിക്കഴിഞ്ഞുവെന്നും CPM ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്വാഭാവികമായിട്ടും നേതൃത്വത്തിലിരിക്കുന്നവരെ കണ്ടിട്ടാണല്ലോ താഴെയുള്ള അണികളും പെരുമാറുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമൂഹത്തോടും ജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഒക്കെ ഏതൊക്കെ തരത്തിലാണോ പെരുമാറുന്നത് അത് കണ്ടുപഠിച്ച താഴെ തലത്തിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ ജനങ്ങളോട് പെരുമാറുന്ന രീതി എങ്ങനെയാണ്? തർക്കിക്കുക, മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കുക, അവരുടെ ആശയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾ ഇതൊന്നും കേൾക്കാതിരിക്കുക, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് തർക്കിച്ചുകൊണ്ടേയിരിക്കുക, ഞങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പാണെന്ന് പറയും. ഇതാണ് പൊതുവെ CPM ശൈലി എന്ന് പറയുന്നത്. ആ ശൈലി സ്വാഭാവികമായിട്ടും ഇത് തുടരുന്ന ഒരു പാർട്ടിക്ക് ഈ കേഡർമാരോട് പറയേണ്ടി വരികയാണ്, അഭ്യർത്ഥിക്കേണ്ടി വരികയാണ്. നിങ്ങൾ വീട്ടിൽ പോയി ഗൃഹനാഥൻ പറയുന്നത് കേൾക്കണം, അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം, തർക്കിക്കരുത്. ഇതൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ഗതികേട് CPM പോലെ പാർട്ടിക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പരാജയപ്പെട്ടത് ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടാണെന്നോ ഞങ്ങൾ ജനങ്ങളോട് കാണിച്ചിട്ടുള്ള തെറ്റിൻ്റെ ഫലമാണെന്നോ അവർ സമ്മതിക്കുകയല്ല. മറിച്ച് അതൊക്കെ മാധ്യമങ്ങളും ഇവിടുത്തെ കോൺഗ്രസും ഒക്കെ ചമച്ച കള്ളക്കഥകൾ കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോയത്. അതാണല്ലോ വാചകം. തോറ്റു എന്ന് സമ്മതിക്കാൻ ഇവർക്ക് പറ്റില്ലല്ലോ. ഇവർ ജീവിതത്തിൽ ഒരിക്കലും തോറ്റു എന്ന് സമ്മതിക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോയത് എന്നുള്ളതിൻ്റെ മലയാള അർത്ഥം തോറ്റു എന്നുള്ളതാണ്. ആ തോറ്റു എന്ന് അവരൊരിക്കലും സമ്മതിക്കില്ല. പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ പോയത് മാധ്യമങ്ങളും കോൺഗ്രസും നടത്തിയിട്ടുള്ള കള്ളപ്രചരണങ്ങൾ കൊണ്ടാണ്. അതായത് ജനങ്ങൾ തോൽപ്പിച്ചു കഴിഞ്ഞാലും ആ തോൽവിയെ അംഗീകരിക്കാതെ, വിനയാന്യുതരാവാതെ, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത കാണിക്കാതെ, ആ ഒരു മൂല്യം കാണിക്കാതെ അവിടെയും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും കുറ്റം പറയുക എന്നുള്ള സമീപനം ഈ ക്യാപ്സ്യൂളിൻ്റെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ വീടുകളിൽ പോയി ന്യായീകരിക്കാൻ പോകുന്ന ആളുകൾ ആരൊക്കെയാണ്? നമുക്കറിയാലോ, കേരളത്തിലൊരു മാധ്യമങ്ങളുടെ ഒരു വ്യാപനം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും വൈകുന്നേരം ഈ ചാനൽ ചർച്ചകൾ കാണുന്ന ആളുകളാണ്. ഒരു 90% വീടുകളിലും ഈ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾ ദിവസേന കാണുന്ന ആളുകളാണ്. അവരൊക്കെ അങ്ങനെയാണ് അഭിപ്രായ രൂപീകരണം നടത്തുന്നത്. ഈ മാധ്യമങ്ങളിൽ കുമാറും അതുപോലെയുള്ള CPM ആളുകളും ഒക്കെ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഒരു റെജി ലൂക്കോസും ഒക്കെ പറഞ്ഞിരുന്ന ന്യായവാദങ്ങൾ തന്നെയാണല്ലോ ഇവർക്ക് വീടുകളിൽ പോയാലും പറയാനുള്ളത്. അതിലപ്പുറമുള്ള ഏതെങ്കിലും ന്യായവാദം ഇതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തികച്ചും അപഹാസ്യമായിട്ടുള്ള ന്യായവാദങ്ങൾ ദിവസേന ചാനൽ ചർച്ചകൾ വന്നിരുന്ന് പറഞ്ഞ് ജനങ്ങളുടെ പരിഹാസത്തിന് വിധേയരായിരുന്നൊരു പാർട്ടി അതേ ന്യായീകരണം വീട്ടിൽ പോയി പറയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജൻസി പിള്ളേരാണ് വീടുകളിലുള്ളത്. എൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം എന്ന് പറയുന്നത്, ഇവർ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ഈ ജൻസി പിള്ളേർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുകയായിരിക്കും. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അത് കേട്ടിട്ട് ഇനി അവിടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് കൂടി ഈ കുറിപ്പിൽ അവർ പറഞ്ഞു വെക്കണമായിരുന്നു. അതല്ലെങ്കിൽ സഖാക്കൾ ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്ലൈവുഡ് കമ്പനി തല്ലിപ്പൊളിച്ചത്. ശരി, ഈ ജയിലിൽ കിടക്കുന്ന ഒരു കാര്യത്തിലാണ് അങ്ങ് ഈ വാദം പറയുന്നതെങ്കിൽ ഇപ്പോൾ കൊടിമരവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അന്നത്തെ UDF സർക്കാർ കൂടിയാണ്, അന്നത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ കൂടിയാണ്. അവരെയും ഇപ്പോൾ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. സന്ദീപ്, ഏത് പ്രതിക്കൂട്ടില്ല, ഏത് കോൺഗ്രസ്സുകാരാണ് നിൽക്കുന്നത്? ഒരു പ്രതിക്കൂട്ടിൽ ഒരു കോൺഗ്രസ്സുകാരും നിൽക്കുന്നില്ല. കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങളിലേക്ക് ചർച്ച അതല്ലാത്തതുകൊണ്ട് അല്ലല്ല, ഒരാളും ഒരു പ്രതിക്കൂട്ടിലല്ല, ഒരു പ്രതിക്കൂട്ടിലുമില്ല സ്മൃതി. അതിലൊരു പ്രതിക്കൂടുമില്ല, അതിലൊരു ആരോപണവുമില്ല, നിലനിൽക്കുന്നതായിട്ടുള്ളൊരു ആരോപണവുമില്ല. ഒരു പുകമറ ഉണ്ടാക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 ദിവസം മുമ്പ് മറ്റൊരു പുകമറ ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലോ. ഇവിടെ UDF കൺവീനറെ സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് 15 ദിവസം ഒരു പുകമറ ഉണ്ടാക്കിയല്ലോ. ഈ നിമിഷം ഒരു സമൻസ് അതുമായി ബന്ധപ്പെട്ടുണ്ടായോ? ഒന്നുകിൽ അത് CPM കേന്ദ്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഈ SIT ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിച്ച അന്നത്തെ കാലത്ത് CPM വന്നുകൊണ്ടിരുന്ന വാർത്തകളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ കരുതേണ്ടത്. ഈ സമയത്ത് നമ്മൾ നല്ല കരുതുക. കാരണം 15 ദിവസമായി ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും എൻ്റെ അടുത്ത് അന്ന് ഹൈക്കോടതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള രേഖയടക്കമുണ്ട്, റിപ്പോർട്ട് അടക്കമുണ്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്ന ഡെപ്യൂട്ടി എക്സാമിനർ ഫോർ
ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് റെസ്പോണ്ടന്റ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിട്ടുള്ള ശ്രീ ASP കുറുപ്പ് അഡ്വക്കേറ്റ് കമ്മീഷണർ സമർപ്പിച്ചിട്ടുള്ള അന്നത്തെ റിപ്പോർട്ടുണ്ട്. അതിൽ 5ാമതായിട്ട് കൃത്യമായിട്ട് പറയുന്ന 5ാമത്തെ ഖണ്ഡിക, അത് സ്മൃതിയുടെ കൈവശം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് വായിക്കുന്നതോടുകൂടി അതിലെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരമാവുകയാണ്. അതിൽ 5ാമത്തെ ഖണ്ഡിക അതിൽ വായിക്കുന്നത്, ദ തന്ത്രി ഓഫ് ദ ടെമ്പിൾ ത്രൂ സെറമണീസ് ക്യാപ്ചേർഡ് ദ ലിവിംഗ് സ്പിരിറ്റ് ഫ്രം ദ ധ്വജം ആൻഡ് ദ സെയിം വാസ് മെയ്ഡ് പാർട്ട് ഓഫ് ദ പീഠം ഇൻ ദ സാങ്ക്ടം സാങ്ക്ടോറം ത്രൂ കലശം. Thereafter, the different parts of the dhwajam was removed and as per the tradition, and the system, the vahanam, was given to the tantri by the president, and the wooden parts of the dhwajam were cremated in the holy atmosphere on the southern courtyard of the temple. മനസ്സിലായല്ലോ? അതായത് ആചാരപ്രകാരം എന്ന് പറഞ്ഞ വാഹനം കൊടുക്കുമ്പോൾ, വാജിവാഹനം കൊടുക്കുമ്പോൾ അത് ദേവസ്വത്തിന്റെ സ്വത്താണ് എന്നുള്ള ഉത്തരവ് നേരത്തെ കിടക്കുന്നുണ്ട്. 2012 ഉത്തരവ് അവിടെയുണ്ട്. അതാണ് പ്രശ്നം ഇപ്പോൾ. ഇല്ല അത് സ്മൃതി, ഞാൻ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില തന്ത്രിമാരുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലെ ആളുകളോട് സംസാരിച്ചു. ഈ ദേവസ്വത്തിൻ്റെ ഉത്തരവൊന്നുമല്ല അവിടെ പ്രധാനം, അതുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ആചാരങ്ങളാണ് പ്രധാനം. കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ലോഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാഹനം പോലെയുള്ള ചില കാര്യങ്ങൾ, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ, ചില വിഗ്രഹങ്ങൾ, ഇതെല്ലാം ചൈതന്യം പൂർണ്ണമായും പോയിട്ടില്ലാത്ത അത്തരം കാര്യങ്ങൾ തന്ത്രിക്ക് കൈമാറുക എന്നുള്ളത് ആചാരമാണ്. അത് ഇത് വിൽക്കുന്നില്ലല്ലോ, എവിടെയും കൊണ്ടേ വിൽക്കുകയല്ല, അത് തന്ത്രിക്ക് കൈമാറുന്ന ആചാരത്തിന്റെ ഭാഗമാണ്. അത് വേറെ രീതിയിൽ ഉപയോഗിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്ത്രിക്ക് കൈമാറണം. ഇപ്പോൾ ദേവസ്വത്തിന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറെയും ഉത്തരവുണ്ട്. ദേവസ്വത്തിന്റെ നെയ്യാറ്റിൻകര ദേവസ്വം കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിൽക്കുകയാണ്. ഇതുപോലെ ഉള്ള മറ്റൊരു സംഗതിയിൽ വേണമെങ്കിൽ ഞാൻ വായിക്കാം. സൂചന നമ്പർ റിപ്പോർട്ട് പരിഗണിച്ച് ആ ഗ്രൂപ്പിലെ ഭരദ്വാജ ഋഷീശ്വരം സബ് ഗ്രൂപ്പിലെ ഭരദ്വാജ ഋഷീശ്വരം ദേവസ്വത്തിൽ 2016 ഏപ്രിൽ 22 നിലവിലെ ധ്വജം ത്യജിക്കുന്നതിന് ക്ഷേത്രം തന്ത്രി നൽകിയിട്ടുള്ള മുഹൂർത്ത ചാർത്ത് അംഗീകരിച്ചും ധ്വജത്യാഗത്തിന് ശേഷം തന്ത്രിയുടെ ഉപയുക്തമായി ലഭിക്കേണ്ട ധ്വജാഗ്രവാഹനവും ധ്വജവുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങളും അഷ്ടദിക്പാലകർ തുടങ്ങിയവ ക്രമപ്രകാരം തന്ത്രിക്ക് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. ഇത് ഒപ്പിട്ടുള്ളത് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പൊ ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ ഒരേ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും നേരെയാക്കാൻ എടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് എന്നാൽ പോലും അല്ല, അങ്ങ് പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ പാളിയുടെ കാര്യത്തിൽ ദേവസ്വം ഉത്തരവായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ എഴുതിയതാണല്ലോ ഇപ്പോൾ അദ്ദേഹത്തെ അകത്താക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു ഇതുമില്ല, ആചാരപ്രകാരമാണെങ്കിൽ തന്ത്രി ഒരാൾ മാത്രം അകത്ത് കടന്നാൽ മതിയല്ലോ. അതിൽ പ്രശ്നമുണ്ട്. അതിലൊരു പ്രശ്നമുണ്ട്. അത് തന്ത്രിയുടെ വീട്ടിലല്ല കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. തന്ത്രി ഇത് 3 മാസം മുമ്പ് തന്നെ വിഷയത്തിൽ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മറുവശത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ടുപോയി കൊള്ളയത് വിറ്റിരിക്കുകയാണ്. രണ്ടും രണ്ടാണ്. ഒന്ന് മോഷണമാണ്, മറ്റൊന്ന് ആചാരമാണ്. രണ്ടും രണ്ടാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇവര് വീടുകളിലേക്ക് പോകുന്ന സമയത്ത് പത്മകുമാറിനെതിരെയുള്ള നടപടി സംബന്ധിച്ച് എന്താ പറയുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രിയും CPM പറയുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇത്രയും ദിവസം പറഞ്ഞ കാര്യമാണോ ഇവരെ ക്യാപ്സ്യൂളുള്ളത്? അപ്പൊ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു വിശദീകരണം വീടുകളിൽ പോയി കൊടുക്കല്ലേ? എന്താ പറയുന്നത്? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷം ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിൽ വരുന്ന മറ്റു പാർട്ടിക്കാർക്കെതിരെ വരുന്ന സകല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ഇവർ FIR പോലും ഇടുന്നതിന് മുമ്പ് മറ്റു പാർട്ടിക്കാരെ തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെടുന്ന CPM സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ കാര്യം വരുന്ന സമയത്ത് എന്താണ് ഈ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് പറയുന്നത്? ഈ കേസിലേക്ക് അന്വേഷണം നേരായ ദിശയിലാണ് നടക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ? ഈ കേസിലെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്ന വിശ്വാസം CPM-നുണ്ടോ, സർക്കാരിനുണ്ടോ? പിന്നെ എന്താണ് സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കട്ടെ എന്ന് പറയുന്നത്? ഇനി അതല്ലെങ്കിൽ ഈ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാം, അതിനു മുമ്പ് അട്ടിമറിക്കാം എന്ന ബോധ്യം CPM-നുണ്ടോ? അപ്പൊ ഇത് ഒരു ടൈം ബൈങ് തന്ത്രമാണ്. ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ടൈം ബൈങ് തന്ത്രമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ. അപ്പൊ ഈ വീട്ടിൽ പോയാൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടാൽ അതിൽ നിന്ന് തടി തപ്പാനുള്ള ഒരു ഉത്തരം കൊടുത്തിരിക്കുകയാണ് കുറ്റപത്രം വരുന്നത് വരെ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെന്ന് CPM മനസ്സിലാക്കും.